നസ്രായനായ യേശുവിൻ്റെ മഹനീയ നാമത്തിൽ നിങ്ങൾക്കേവർക്കും ഞാൻ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ദൈവത്തിൻ്റെ മാനപാത്രങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ കഴിഞ്ഞ നാളുകൾ നാം തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ മാനപാത്രങ്ങൾ ആംഗലേയ ഭാഷയിൽ ഗോഡ്സ് ഓണേഡ് വെസൽസ് എന്ന് നാം പറയുന്ന സമയത്ത് അതിന് നാം അർത്ഥമാക്കുന്നത് ദൈവത്താൽ മാനിക്കപ്പെടുന്ന വ്യക്തികൾ, ദൈവത്താൽ ആദരിക്കപ്പെടുന്ന വ്യക്തികൾ, ദൈവത്താൽ പ്രശംസിക്കപ്പെടുന്ന വേദപുസ്തക കഥാപാത്രങ്ങൾ എന്നാണ് പ്രധാനമായിട്ട് നാം ചിന്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ അനേകം പേരുകൾ വീണ്ടും കടന്നു വരുമായിരിക്കാം. അങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തിൽ ബൈബിള് ചരിത്രത്തിൽ അബ്രഹാമിനെക്കാൾ ദൈവം അധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത മറ്റൊരു വ്യക്തി ഉണ്ടോ എന്ന് ഞാൻ അതിയായി സംശയിക്കുന്നു. അബ്രഹാമിൻ്റെ കുടുംബത്തെപ്പറ്റി ചിന്തിക്കുന്ന സമയത്ത് തേരഹിൻ്റെ മകനായിട്ട് അവന് ഊർ ദേശക്കാരനായിരുന്നു എന്ന് നമുക്ക് ഗ്രഹിക്കാൻ തക്കണം കഴിയുന്നുണ്ട്. ദൈവം അബ്രഹാമിനെ വിളിക്കുന്നതായിട്ട് നാം ഗ്രഹിക്കുന്നു. വേദപുസ്തകം വ്യക്തമായി ഇത് പറയുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അത് എടുത്തു പറയുന്നത് കാണുന്നു. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. വീണ്ടും അവന് ദൈവമായിട്ട് ഒരു ഉടമ്പടി, ദൈവം അവനൊരു ഉടമ്പടി നൽകുന്നതായിട്ട് കാണുന്നു, ഒരു നിത്യ നിയമം നൽകുന്നതായിട്ട് കാണുന്നു. അവിടെ വായിക്കുന്ന സമയത്ത് 2-3 വായിക്കുന്ന സമയത്ത്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായി ഇരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ട് ലോത്തും അവനോടുകൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രഹാമിന് 75 വയസ്സായിരുന്നു എന്ന് കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ആരെ വിളിക്കണം, തൻ്റെ വേലയ്ക്കായി ആരെ വിളിക്കാൻ പാടില്ല എന്ന് വ്യക്തമായി ദൈവത്തിന് അറിയാം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാത്രമായിട്ട് ഇവിടെ അബ്രഹാമിനെ നമുക്ക് കാണാൻ തക്കണം കഴിയും. പ്രിയ മക്കളെ, അബ്രഹാമിനെ ദൈവം വിളിച്ചുവെങ്കിൽ ഇന്ന് പ്രിയ ദൈവജനമേ, ദൈവത്തിൻ്റെ സ്വന്തം ജനമേ, ദൈവത്താൽ തിരഞ്ഞെടുത്ത ജനമേ, ദൈവത്തിൻ്റെ കഥാപാത്രങ്ങളെ, ദൈവത്തിൻ്റെ ഇഷ്ടജനമേ, ഇന്ന് അപ്രകാരം ഒരു വിളി നിങ്ങൾക്കും എനിക്കും ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. അബ്രഹാമിനെ വിളിച്ച സമയത്ത് അബ്രഹാം ആ വിളി സ്വീകരിച്ചുകൊണ്ട് അവൻ ഇറങ്ങി പുറപ്പെടുന്നു. ആ വിളിക്കൊരു പ്രത്യേകതയുണ്ട്. എങ്ങോട്ടാണ് പോകണം എന്ന് ദൈവം അവനോട് പറഞ്ഞില്ല. ഇവിടെ വായിക്കുന്ന സമയത്ത്, നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിനക്ക് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ സ്ഥലത്തിൻ്റെ പേര് പറയുന്നില്ല. നോക്കണം, ഞാൻ എങ്ങോട്ട് പോകണം എന്ന് അബ്രഹാം തിരിച്ച് ദൈവത്തോട് ചോദിക്കുന്നുമില്ല. ദൈവം പറഞ്ഞു പോകാൻ പറഞ്ഞു, അവൻ സകലതും വിട്ട് അവൻ പുറപ്പെടുന്നു. ഇതിനെയാണ് നാം അനുസരണം എന്ന് പറയുന്നത്. അബ്രഹാമിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് പ്രിയ മക്കളെ, എടുത്തു പറയത്തക്കൊണ്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ അനുസരണമാണ്. തിരിച്ച് ദൈവത്തോടൊന്നും ചോദിക്കാൻ അവൻ മടിക്കുന്ന വിധത്തിലുള്ളായിരുന്നു അവൻ്റെ ജീവിതശൈലി. എന്നാൽ ചില ഭാഗങ്ങൾ വരുന്ന സമയത്ത് ദൈവത്തോട് പലപ്പോഴും അവൻ ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ അവൻ ഒരു ചോദ്യവും ചോദിക്കുന്നില്ല. അപ്രകാരമായിരിക്കണം
ഞാനും നിങ്ങളും എന്ന് ഞാനിവിടെ പറയേണ്ടിയിരിക്കുന്നു. അബ്രഹാമിൻ്റെ അനുസരണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അതൊരു മാതൃകയാണ് എന്ന് ഞാൻ പറയേണ്ടത് ആവശ്യമില്ലല്ലോ. അബ്രഹാം ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ചുകൊണ്ട് അവനും അവൻ്റെ കുടുംബവും, ആയതുപോലെ തന്നെ ലോത്തും കുടുംബമായിട്ട് ഇറങ്ങി പുറപ്പെടുന്നതായിട്ടിവിടെ കാണുന്നു. പിന്നത്തേൽ നാം കാണുന്നത്, പിന്നീട് നാം മനസ്സിലാക്കുന്നത് അബ്രഹാമിനെക്കുറിച്ച് അവൻ്റെ സ്വഭാവത്തിൽ മറ്റൊരു കാര്യം നാം മനസ്സിലാക്കുന്നത്, പിന്നീട് ലോത്തിൻ്റെ ഇടയന്മാരും അബ്രഹാമിൻ്റെ ഇടയന്മാർ തമ്മിൽ കലഹമുണ്ടാകുന്നു എന്ന് നാം ഇവിടെ വായിക്കുമ്പോൾ കാണുന്നു. കാരണം അവർക്ക് മൃഗസമ്പത്ത് വളരെയധികം ഉണ്ടായിരുന്നു. ആയതുകൊണ്ട് അവർ തമ്മിൽ ഇടർച്ചയുണ്ടായ സമയത്ത് അവർ മാറി താമസിക്കേണ്ട ഒരു ആവശ്യം വരുന്നു. അപ്പോൾ അബ്രഹാം പറയുന്നു, നമുക്ക് തമ്മിൽ പിരിയാം. അവിടെയും നിസ്വാർത്ഥമായ ഒരു പെരുമാറ്റമാണ് അബ്രഹാമിൻ്റെ ഭാഗത്ത് കാണുന്നത്. തികച്ചും മാതൃകപരമായ ഒരു പെരുമാറ്റം. ലോത്തിനോട് അവൻ പറയുന്നു, 13-ാം അധ്യായത്തിൽ 9 മുതൽ 11 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ദേശമെല്ലാം നിൻ്റെ മുമ്പാകെ ഇല്ലയോ? എന്നെ വിട്ട് പിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പൊയ്ക്കൊള്ളാം എന്ന് പറയുന്നു. നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശം ഒക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ട് യഹോവ സോദോമിനെയും ഗോമോരയെയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെ ഇരുന്നു. അവൻ ആ ദേശം തിരഞ്ഞെടുത്തു എന്ന് നാം കാണുന്നു. ഏദൻ തോട്ടം പോലെ മനോഹരമായ ഫലപുഷ്ടമായ ഒരു ദേശം സോദവും ഗോമോരയും, ആ പ്രദേശം അവൻ തിരഞ്ഞെടുത്തു. 11-ാം വാക്യം വായിക്കുമ്പോൾ ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. അവർ തമ്മിൽ പിരിഞ്ഞു എന്ന് പറയുന്നു. പ്രിയ മക്കളെ, നമുക്കും സമയത്തും പലപ്പോഴും നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളുമായിട്ട് സ്നേഹിതരുമായിട്ട് പിരിയേണ്ട ആവശ്യങ്ങൾ വന്നെന്നിരിക്കാം. എപ്പോഴും നമുക്ക് സ്നേഹബന്ധത്തിൽ ഒരു സമയത്ത് യാതൊരു പിണക്കവും കൂടാതെ, യാതൊരു ഇടർച്ചയും കൂടാതെ, സ്നേഹത്തിന് കുറവ് ഇല്ലാതെ ചിലപ്പോൾ അധികം മുന്നോട്ട് പോകാൻ തക്കണം കഴിഞ്ഞു എന്ന് വരില്ല. എന്നാൽ ഇവിടെ അവർ വളരെ നാൾ കഴിയുന്നതിന് മുമ്പേ അവർ പിരിയേണ്ടി വരുന്നു. അങ്ങനെ രണ്ടുപേരും രണ്ട് ഭാഗത്താകുന്നു എന്ന് പ്രത്യേകിച്ച് കാണുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത് അബ്രഹാമിൻ്റെ ആ മനോഭാവത്തെക്കുറിച്ചാണ്. നിനക്കിഷ്ടമുള്ളത് നീ തിരഞ്ഞെടുത്തുകൊള്ളുക, നീ തിരഞ്ഞെടുത്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത തിരഞ്ഞെടുപ്പ് എനിക്കാകാം എന്ന് പറയുന്നു. നമ്മൾ പലപ്പോഴും അങ്ങനെയാണോ? ഒന്നാമത്തെ തിരഞ്ഞെടുപ്പ് നമ്മളായിരിക്കും നടത്തുന്നത്, അതിനുശേഷമായിരിക്കും നമ്മൾ മറ്റുള്ളവർക്ക് അവർ തിരഞ്ഞെടുപ്പ് നൽകുന്നത്. ഒരിക്കലും അപ്രകാരം ആകാൻ പാടില്ല. ആ കാര്യത്തിൽ, ആ നിസ്വാർത്ഥതയുടെ കാര്യത്തിൽ അബ്രഹാം എത്രമാത്രം നമുക്ക് മാതൃകപുരുഷനായിരിക്കുന്നു എന്ന് ചിന്തിക്കുക. പിന്നീട് നാം ചിന്തിക്കുന്ന സമയത്ത് അബ്രഹാം ധൈര്യമുള്ള വ്യക്തിയായിരുന്നു, അവൻ പരാക്രമശാലിയായിരുന്നു എന്ന് ഒരു വിധത്തിൽ നമുക്ക് പറയാൻ തക്കണം കഴിയും. കാരണം ഉൽപ്പത്തിയുടെ പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നോക്കുന്ന സമയത്ത് അവിടെ ലോത്തിൻ്റെ സ്വത്ത് മുഴുവനും അപഹരിക്കപ്പെടുന്ന ഒരവസ്ഥ കാണുന്നു. അവർ സോദോമിൽ താമസിക്കുന്ന സമയത്ത് രാജാക്കന്മാർ തമ്മിൽ ഒരു യുദ്ധമുണ്ടാകുകയും സോദോം ഗോമോറയുള്ള രാജാക്കന്മാരെ മറ്റു രാജാക്കന്മാർ തോൽപ്പിക്കുന്നതായിട്ട് അവസാനം അവർ മരിച്ചു പോകുന്നതായിട്ടും, അതോടൊപ്പം ലോത്തിനെയും തൻ്റെ കുടുംബത്തെയും അവനുള്ള സകല സ്വത്തും സമ്പത്തും അവൻ്റെ മൃഗസമ്പത്തും എല്ലാം മറ്റ് തോൽപ്പിച്ച രാജാക്കന്മാരെ പിടിച്ചു കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നു. ആ സമയത്ത്
നാം വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് അബ്രഹാം എന്നിട്ട് 318 പേരെ 318 വളരെ വിദഗ്ധന്മാരായ വ്യക്തികളെ അവൻ കൂട്ടിക്കൊണ്ടുപോയി, അഭ്യാസികളെ എന്ന് പറയുന്നു, അവരെ കൂട്ടിക്കൊണ്ടുപോയി ആ രാജാക്കന്മാരെ തോൽപ്പിച്ച് ലോത്തിനെയും തൻ്റെ കുടുംബത്തെയും അവരുടെ സമ്പത്ത് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് പറയുന്നു. അതുകൊണ്ട് അബ്രഹാം ധൈര്യമുള്ളവനായിരുന്നു. അബ്രഹാം ആരെയും ഭയപ്പെടുന്നൊരു വ്യക്തിയല്ലായിരുന്നു. ദൈവത്തെ കവിഞ്ഞ് അവൻ മനുഷ്യരെ ആരെയും ഭയമില്ലായിരുന്നു എന്ന് കാണുന്നു. പ്രിയ മക്കളെ, ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ ആശ്രയിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മനുഷ്യരെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് നാം വായിക്കുന്നുണ്ടല്ലോ. അപ്രകാരം ഉള്ള ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം എന്ന് നാം ചിന്തിക്കണം. ഉൽപ്പത്തിയുടെ പുസ്തകം 14-ാം അധ്യായം 20-ാം വാക്യം വായിക്കുന്ന സമയത്ത് അവിടെ അബ്രഹാത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ്റെ മറ്റൊരു നല്ല സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു. അവൻ ദാനശീലനായിരുന്നു കാണുന്നു. അബ്രഹാം ദാനശീലനായിരുന്നു. അവന് ഉള്ള സമ്പത്ത്, മൃഗസമ്പത്തും അതുപോലെ എല്ലാ സകല സമ്പത്തു നിന്നും അവൻ വളരെ വിശ്വസ്തയോടെ മെൽക്കിസേദെക്ക് പുരോഹിതന് ദശാംശം കൊടുത്തു എന്ന് പ്രത്യേകിച്ച് വായിക്കുന്നു. പ്രിയ ദൈവജനമേ, ഇന്ന് അനേകം പേര് ദൈവത്തിന് കൊടുക്കാൻ മടിക്കുന്നവരാണ്. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ചില കാര്യം അതിലുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ സമയത്തിൻ്റെ 1/7 ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നു. 6 ദിവസം നീ അധ്വാനിച്ച് 7-ാം ദിവസം നിൻ്റെ ദൈവമായ യഹോവയുടെ ശബതാകുന്നു എന്നവിടെ എടുത്ത് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തിൻ്റെ 10-1 ദൈവം ആവശ്യപ്പെടുന്നു. ഇങ്ങനെ 2 കാര്യാദികൾ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ആയതുകൊണ്ട് ആ കൽപ്പന അനുസരിച്ചുകൊണ്ട്, ദൈവത്തെ മാനിച്ചുകൊണ്ട് അബ്രഹാം മെൽക്കിസേദെക്ക് പുരോഹിതന് ദശാംശം നൽകുന്നതായിട്ട് കാണുന്നു. എന്തുകൊണ്ടാണ് ദൈവം അബ്രഹാമിനെ മാനിച്ചത്? ഇതെല്ലാം ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാകുന്നത്, ദൈവം അവനെ മാനിക്കാൻ തക്കോണം കാരണം അവൻ ദൈവത്തെ മാനിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ കാര്യം വലിയ പ്രധാനമാണ്. കാരണം ദൈവം പറയുന്നത്, നിങ്ങൾ എന്നെ മാനിക്കുമെങ്കിൽ ഞാൻ നിങ്ങളെയും മാനിക്കും. ദൈവത്തെ നാം മാനിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ മാനിക്കും. പ്രിയ മക്കളെ, അബ്രഹാമിന് അപ്രകാരമായിരുന്നു മാനം ലഭിച്ചത്. അവൻ നല്ല പ്രാർത്ഥനാശീലമുള്ളവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എനിക്കും നിങ്ങൾക്കും പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം മനസ്സുള്ളവരാണോ? അവൻ നല്ല പ്രാർത്ഥനാശീലമുള്ളവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അബ്രഹാം എവിടെയെല്ലാം അവൻ്റെ കൂടാരം മാറ്റി അടിക്കുമായിരുന്നോ, അബ്രഹാം എവിടെയെല്ലാം താമസിക്കുമായിരുന്നോ, അവിടെയെല്ലാം തന്നെ അവൻ ദൈവത്തിന് വേണ്ടി ഒരു യാഗപീഠം പണിയ പതിവായിരുന്നു. വളരെ രസകരമാണ്. വേദപുസ്തകം ചിന്തിക്കുന്ന സമയത്ത് അവൻ പോയ സ്ഥലത്തെല്ലാം, അവൻ മാറി താമസിച്ച സ്ഥലത്തെല്ലാം അബ്രഹാമിൻ്റെ പതിവായിരുന്നു. അവനത് ഇഷ്ടമായിരുന്നു. അവനത് ചെയ്ത കാര്യം ദൈവത്തിന് ഒരു യാഗപീഠം പണിതത്. അവന് ഹാരാനിൽ നിന്നും ശേഖേമിലേക്ക് പോകുന്നു. അവിടെ യാഗപീഠം പണിതായിട്ട് കാണുന്നു. ശേഖേമിൽ നിന്നും അവൻ ബഥേലിലേക്ക് പോകുന്നതായിട്ട് കാണുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 8 വായിക്കുന്ന സമയത്ത് നമുക്ക് കാണുന്നു. അവിടെ അവൻ ദൈവത്തിന് ഒരു യാഗപീഠം പണിയുന്നു. അതിനുശേഷം ബഥേലിൽ നിന്നും അവൻ ഈജിപ്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നു. മിസ്രൈം ദേശത്തേക്ക് പോകുന്നു. അവിടെ ഈ അപ്രകാരം അവൻ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഈജിപ്തിൽ നിന്ന് അവൻ ബഥേലിലേക്ക് വരുന്ന സമയത്ത്, പ്രിയ ദൈവമക്കളെ, അവിടെയും ദൈവത്തിന് വേണ്ടി അവൻ പ്രാർത്ഥന കഴിക്കുന്നതായിട്ട് കാണത്തക്കൊണ്ട് കഴിയുന്നുണ്ട്. ബഥേലിൽ നിന്നും അവൻ ഹെബ്രോനിലേക്ക് പോകുന്ന സമയത്തും
അവിടെയും ദൈവത്തിന് വേണ്ടി യാഗം കഴിക്കുന്നതായിട്ട് 13-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഞാനും നിങ്ങളും നാം പോകുന്ന സ്ഥലത്ത് ദൈവത്തിന് വേണ്ടി യാഗം പണിയാൻ തക്കൊണ്ട് നാം സമയം കണ്ടെത്തുന്നുണ്ടോ? ദൈവത്തിന് വേണ്ടി യാഗപീഠം പണിയാൻ തക്കോണം ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ സമയം മാറ്റി വച്ചിട്ടുണ്ടോ? പ്രിയ ദൈവമക്കളെ, എനിക്കിതിൽ പറയാനുള്ളത്, ഞാനും നിങ്ങളും ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകിയില്ല എങ്കിൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകിയില്ല എങ്കിൽ, ഒരു പക്ഷെങ്കിൽ ദൈവവും നമ്മളെ പരിഗണിപ്പാൻ തക്കോണം അത്ര പ്രാധാന്യത കാണിക്കത്തില്ല എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാം സ്ഥാനം ദൈവത്തിന് നൽകുക, ദൈവം തൻ്റെ ഹൃദയത്തിൽ നമുക്ക് ഒന്നാം സ്ഥാനം നൽകും. ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നോക്കുന്ന സമയത്ത് അവൻ മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി, പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ വളരെയധികം കരുതലുള്ളവനായിരുന്നു കാണുന്നു. സോദോമും ഗോമറയെ ദൈവം നശിപ്പിക്കാൻ തക്കോണം തീരുമാനിച്ച സമയത്ത്, അവരുടെ പാപങ്ങൾ മുഖാന്തരം ദൈവം നശിപ്പിക്കാൻ തക്കോണം ദൂതന്മാർ അയച്ച് അതറിയിച്ച സമയത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൂതന്മാർ പോയതിനു ശേഷം ദൈവസാന്നിധ്യത്തിൽ അവൻ നിന്നുകൊണ്ട്, ദൈവത്തോട് അടുക്കൽ നിന്നുകൊണ്ട് ദൈവത്തോട് വാദിക്കുന്നു. 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ അവരെ നശിപ്പിക്കുമോ എന്ന് ചോദിക്കുന്നു. ദൈവം പറഞ്ഞു ഇല്ല എന്ന് പറയുന്നു. അല്ല, 45 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് 30, 20, പിന്നെ 10 വരെ വരുന്നു. 10 നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കുമെന്ന് ചോദിച്ചു. ദൈവം പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ വാസ്തവത്തിൽ ആ വലിയ പട്ടണത്തിൽ, 2 വലിയ പട്ടണങ്ങളിൽ 10 നീതിമാന്മാരില്ലായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പ്രിയ മക്കളെ, ഇന്ന് നാം താമസിക്കുന്ന സ്ഥലത്ത്, നാം താമസിക്കുന്ന പട്ടണത്തിൽ എത്ര നീതിമാന്മാരുണ്ട്? നാം വസിക്കുന്ന ഭവനത്തിൽ എത്ര നീതിമാന്മാരുണ്ട്? നാം ചിന്തിക്കേണ്ട ആവശ്യമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. പിന്നീട് നാം ചിന്തിക്കുന്ന അവൻ്റെ വിശ്വാസമാണ്. അവൻ ഈസാക്കിനെ യാഗം കഴിപ്പാൻ തക്കോണം ദൈവം അവനോട് ആവശ്യപ്പെട്ട സമയത്ത്, ദൈവത്തിന് സ്തോത്രം, അവനതനുസരിക്കുന്നു. നീ നിൻ്റെ ഏകജാതനായ മകനെ നീ കൊണ്ട് യാഗം കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവനത് അനുസരിക്കുന്നതായിട്ട് കാണുന്നു. അത് മാത്രമല്ല, ദൈവത്തെ പരിപൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവനെ യാഗം കഴിപ്പാൻ തക്കോണം മോറിയാമലയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നു. അവൻ കത്തി ഓങ്ങുന്ന സമയത്ത് മാത്രമാണ് കർത്താവ് നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവനെ അതിൽ നിന്ന് തടസ്സപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയ മക്കളെ, എന്തുമാത്രം വിശ്വാസം! അവൻ്റെ വിശ്വാസം മുഖാന്തരം തന്നെയാണ് അവൻ വിശ്വാസികൾക്ക് പിതാവായി മാറുന്നത് എന്ന് നാം ചിന്തിക്കണം. അത് മുഖാന്തരം ദൈവം അവനെ മാനിക്കുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അനേകം കഥാപാത്രങ്ങളെ കാണുന്നു. പക്ഷേ അബ്രഹാമിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ടത് അബ്രഹാം മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കാൻ തൊക്കണം ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ആഗ്രഹമുണ്ട്. പ്രിയ ദൈവമക്കളെ, പ്രിയ ദൈവജനമേ, ദൈവത്താൽ തിരഞ്ഞെടുത്തവരെ നിങ്ങൾക്ക് അപ്രകാരം വിളിക്കപ്പെടുവാൻ തൊക്കണം ആഗ്രഹമുണ്ടോ? ദൈവത്താൽ മാനിക്കപ്പെടുന്നവരായി തീരുവാൻ നിങ്ങൾ എത്ര പേര് ആഗ്രഹിക്കുന്നു? പ്രിയ മക്കളെ, അവസാനമായി ചിന്തിക്കുന്ന സമയത്ത് അബ്രഹാം വളരെ പ്രത്യാശയുള്ളവനായിരുന്നു എന്ന് കാണുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്കിപ്പോൾ വായിക്കാം. അവിടെ ഇപ്രകാരം വായിക്കുന്നു: വിശ്വാസത്താൽ എബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ട് അവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ദൈവത്തിന് സ്തോത്രം. എത്ര മനോഹരമായ, എത്ര പ്രത്യാശ നൽകുന്ന ഒരു വാക്യമാണിത്. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ട് അവകാശികളായ ഇസഹാക്കിനോടും
യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട്, അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളും ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അപ്രകാരമുള്ള ഒരു നഗരത്തിനായി കാത്തിരിപ്പാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ എന്ന് ചിന്തിക്കുക. ദൈവം ശില്പിയായി നിർമ്മിച്ച ഒരു മനോഹരമായ ആ പുത്യൻ യെരൂശലേമിന് വേണ്ടി കാത്തിരിക്കാത്തവന് കഴിയുമോ? അടിസ്ഥാനങ്ങളുള്ള ഒരു നഗരത്തിനായി എനിക്ക് നിങ്ങൾക്കും കാത്തിരിക്കാൻ തക്കണം കഴിയുമോ എന്ന് ചിന്തിക്കുക. ഈ നഗരത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന സമയത്ത് 5-ാമത്തെ വാക്യം 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണി അല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഭവനം എനിക്ക് നിങ്ങൾക്കും വേണ്ടി ദൈവം തീർത്തിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടായിട്ട്, തന്നെ കേട്ടവരോ എല്ലാവരോടുമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എത്ര വളരെ മനോഹരമായ പ്രത്യാശയേറിയ ഒരു പ്രസ്താവന, ഒരു പ്രത്യാശയേറിയ വചനം, ഒരു വാഗ്ദത്ത വചനം. പ്രിയ മക്കളെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നേരത്തെ വായിച്ച പോലെയുള്ള ആ ദൈവം തീർത്ത ശില്പിയായിട്ടുള്ള നഗരത്തിലേക്ക് പോകാൻ തക്കോണം, നമുക്ക് വേണ്ടി കെട്ടിയിരിക്കുന്ന കെട്ടിടങ്ങളിലേക്ക് പോയി നമുക്ക് വാസിക്കാൻ തക്കോണം, ദൈവം നമ്മളെ പ്രത്യേകമായി അനുഗ്രഹിപ്പാൻ തക്കോണം നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കണം. എത്ര പേർക്ക് അപ്രകാരമുള്ള ഭവനത്തിൽ പ്രീതി മക്കളെ വാസിപ്പാൻ തക്കണം ആഗ്രഹമുണ്ട്? നിങ്ങൾക്ക് എത്ര പേർക്ക് ദൈവത്തിൻ്റെ സ്വന്തം കരങ്ങളാൽ ദൈവം ശില്പിയായിട്ട് പണിത ആ മനോഹരമായ ആ നഗരത്ത് പോയി നമുക്ക് വേണ്ടി പണിതിരിക്കുന്ന ആ മനോഹരമായ ആ കൊട്ടാരങ്ങളിൽ പോയി നമുക്ക് വസിപ്പാൻ ആഗ്രഹമുണ്ട്? അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് എന്നോട് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങളുടെ കർത്താവ് ശില്പിയായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പണിത് സ്വർഗത്തിൽ കരുതിയിരിക്കുന്ന ആ ഭവനങ്ങളെ ഞങ്ങൾ കൈവശമാക്കാൻ തക്കോണം, ഞങ്ങൾക്ക് ഒന്ന് പാർക്കാൻ തക്കോണം കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. അബ്രഹാമിനെ മാനിച്ച കർത്താവെ ഞങ്ങളെ മാനിക്കുമാറാകണമേ. അബ്രഹാം ജീവിച്ചതുപോലെ വിശ്വാസത്തിലും അനുസരണത്തിലും പ്രത്യാശയിലും ഞങ്ങളേവരും ജീവിപ്പാൻ സഹായിക്കണം. അങ്ങനെ അവസാനം ആരമനുഷ്യനായ യേശു ക്രിസ്തു മേഹരനായ സമയത്ത് ഞങ്ങളേവരും നിത്യരാജ്യത്തിൽ എടുക്കപ്പെടാനുള്ള സൗഭാഗ്യം തരണമേ. യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയെടുക്കണം. സ്വർഗ്ഗസ്ഥ പിതാവേ, ആമേൻ.